നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം പ്രതിപാദിക്കുന്ന ചർച്ചാ വിഷയമാകുന്ന ദിനം വ്യാഴാഴ്ചയാകുന്നു, ഗുരുവാരമാകുന്നു. ഇന്ന് വ്യാഴാഴ്ച 1201 കർക്കിടക മാസം 7-ാം തീയതിയാകുന്നു. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ജൂലൈ മാസം 23-ാം തീയതി. ഇന്നത്തെ ദിനത്തിൻ്റെ സവിശേഷത, ഇന്ന് വ്യാഴാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ നക്ഷത്രമാണെങ്കിലോ വിശാഖം നക്ഷത്രമാണ്. പുണർതം, വിശാഖം, പൂരൂരുട്ടാതി ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ഗുരുവാകുന്നു, വ്യാഴമാകുന്നു. ജീവോ നാരായണഃ, വ്യാഴം മഹാവിഷ്ണുവാണ്. അതിനാൽ ഇന്നത്തെ ദിനം വിഷ്ണു പ്രീതികരങ്ങളായ ഏത് പ്രാർത്ഥനകൾ ചൊല്ലിയാലും വളരെ ഗുണമാവും. നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാം, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാരായണ കവചം ജപിക്കാം. ഓം വിഷ്ണവേ നമഃ, വിഷ്ണുവിൻ്റെ പ്രാർത്ഥനയാണ്. ഹരേർ നാമയേവ കേവലം വിശേഷേണ കലോയുഗം. ഈ കലിയുഗത്തിൽ വിഷ്ണുവിൻ്റെ പേര് മാത്രം ജപിച്ചാൽ മതി. അങ്ങനെയാണ് അജാമിലിനൊക്കെ മോക്ഷമുണ്ടായത്. നിങ്ങൾക്കറിയാം, അജാമിൽ എന്ന ബ്രാഹ്മണ ബാലൻ തൻ്റെ ഗുരുവിൻ്റെ കൽപ്പന പ്രകാരം വനത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു വേശ്യ സ്ത്രീയെ കണ്ട് അവളിൽ ആകർഷണയാകുന്നു. തൻ്റെ സ്വധർമ്മം മറന്നു പോകുന്നു. അദ്ദേഹം അവളുമായി രമിച്ച് അതിനൊരു സന്താനത്തെ ഉണ്ടാക്കുന്നു. നാട്ടിലേക്ക് പോയില്ല. ആ സന്താനത്തിന് അദ്ദേഹം എന്ത് പേരിട്ടു? നാരായണൻ എന്ന് പേരിട്ടു. ഇദ്ദേഹം ചെയ്ത അതിക്രൂരമായ പാപകർമ്മങ്ങൾ കാരണം ഇദ്ദേഹം കിടപ്പിലാകുന്നു. യമകിങ്കരന്മാർ ഇദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വരികയാണ്. ആ സമയത്ത് ഇദ്ദേഹം തൻ്റെ മകനായ നാരായണനെ നാരായണ എന്ന് വിളിച്ചു. അവിടെ ഓടി വരുന്നു വിഷ്ണുവിൻ്റെ മഞ്ഞ വസ്ത്രം ധരിച്ച പോരാളികൾ, സേനാനികൾ. അവർ പറഞ്ഞു യമകിങ്കരന്മാരോട്, നൃണാമബുദ്ധ്യാഭി മുകുന്ദകീർത്തനം ദഹത്യഘോകാൻ മഹിമാസ്യ താദൃശ. ബുദ്ധിയില്ലാതെ നാരായണൻ എന്ന് വിളിച്ചാൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ. അദ്ദേഹം എന്ത് പാപം ചെയ്താലും നാരായണൻ എന്ന വിളിയിലൂടെ അദ്ദേഹം ചെയ്ത എല്ലാ പാപങ്ങളും കഴുകിക്കളയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മൃത്യുവിന് വിട്ടുകൊടുക്കുന്നില്ല വിഷ്ണു പാർഷദന്മാർ. അത്ര മഹത്തരമാണ് നാരായണൻ എന്ന ഈ പേര്, പ്രത്യേകിച്ച് കലികാലത്ത് ഉച്ചരിക്കുന്നതും. ഏതായാലും ഇന്നത്തെ ദിനം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നല്ല തിഥിയാണ്. കാലത്ത് 7:05 വരെ ഒഴിഞ്ഞ തിഥിയാണ് നവമി. 7:05 കഴിഞ്ഞാൽ പിന്നെ അതിശക്തമായ വെളുത്ത പക്ഷത്തിലെ ദശമി തിഥിയാണ്. നല്ല ദിനം, കുഴപ്പമില്ലാത്തൊരു നക്ഷത്രം, നല്ല തിഥി. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് 10:45 മുതൽ 12 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. നന്നായി പ്രാർത്ഥിക്കുക. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ഇന്നത്തെ ദിനം ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.